നമസ്കാരം മാഷേ. നമസ്കാരം. 12 ദിവസമായി ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് 12 ദിവസം കേരളം മുൾമുനയിലായിരുന്നു. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചർച്ചയാണ് ഉണ്ടായിരുന്നത്. അവസാനം ഹൈക്കമാൻഡ് തീരുമാനത്തിലെത്തിയിരിക്കുന്നു. വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ നാട്ടുകാരൻ എന്ന നിലയിൽ അങ്ങയെ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറ്റി? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഒരു ദിവസം ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടാവും അല്ലേ? നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ് അല്ലേ? അത് എനിക്കൊന്ന് കുറച്ച് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഫ്ലക്സ് ആയിട്ടൊക്കെ വന്നു നാച്ചുറൽ ചോയ്സ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇന്ന് നന്നായിട്ട് ഡിസ്കസ് ചെയ്ത വിഷയം ആ നാച്ചുറൽ ചോയ്സ് തടസ്സപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള സാധാരണ പ്രവർത്തനത്തിൻ്റെ രീതിയായിട്ട് മാത്രമേ ഞാൻ അതിനെ അന്നും കണക്കാക്കിയുള്ളൂ, ഇപ്പോഴും കണക്കാക്കുക. ചിലപ്പോൾ പരാജയപ്പെടാൻ, ചിലപ്പോൾ വിജയിക്കാം. കാരണം കർണാടകത്തിൽ ശിവകുമാർ പരാജയപ്പെടുകയാണ് ചെയ്തു. നാച്ചുറൽ ചോയ്സ് അയാളായി. ഇവിടെ പക്ഷേ വി.ഡി. സതീശൻ വിജയിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അതിന് ഘടകകക്ഷികളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നെ പൊതുജന വികാരം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും ഞങ്ങളെ പറവൂരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. കാരണം ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി കിട്ടി എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രി പറവൂരിൻ്റെ എല്ലാ രീതിയിലും പറവൂരിൻ്റെ അഭിമാനമായിട്ട് മാറുമ്പോൾ പറവൂർക്കാർ സന്തോഷിക്കും. ഒരു മനുഷ്യന് സന്തോഷം വരുന്ന രീതിയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിൽ വ്യക്തികൾ മാറുമ്പോൾ അത് ഏത് പാർട്ടിയുടെ ആയാലും പ്രശ്നമില്ല, നമുക്കത് ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് മലയാള മനോരമയിൽ നിന്ന് അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ചോദിച്ച സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്, വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്നാൽ പ്രത്യേകിച്ച് സാഹിത്യം, സംസ്കാരം എന്നീ മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് എങ്ങനെ ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്താണ് ചെയ്യാറ്? അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒരു മുൾമുനയിൽ മുൾക്കിരീടമാണ് ശരിക്കും. അതിന് ശരിയായ വിധത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ ഗുണങ്ങളാണ് മാഷ് വി.ഡി. സതീശനിൽ കാണുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളൊരു ക്യാരക്ടർ ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വി.ഡി. സതീശനിൽ നമുക്ക് താല്പര്യം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു വിഷൻ ഉണ്ടാവുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഭരണത്തിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല പിന്നെ ആളുകളിലൊക്കെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ പിണറായി വിജയനും നമ്മൾ വി.ഡി. സതീശനും കൂടി താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ കമ്മ്യൂണിക്കേറ്റീവ് എന്ന നിലയ്ക്ക് പരാജയമാണ് ശരിക്കും. പക്ഷേ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലീഡറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിണറായി വിജയൻ പക്ഷേ കാര്യക്ഷമമായി പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്തുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഒരു കാര്യത്തിൽ നിലപാടെടുത്താൽ ആ നിലപാട് സാക്ഷാത്കരിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം നിൽക്കും. ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. അന്ന് പുള്ളിയുടെ പ്രശ്നമല്ല, പുള്ളി എടുത്ത ആ നിലപാടിനൊപ്പം നിൽക്കും. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മളുടെ മന്ത്രിമാർക്ക് എല്ലാവർക്കും തന്നെ വേണ്ടതാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ആശയവിനിമയത്തിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രതിഭാസമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വളരെ നല്ല രീതിയിൽ സതീശൻ പുലർത്തുന്നുണ്ടെന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2021 തകർന്നു കിടന്ന UDF വിശ്വാസമില്ല, അണികൾക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇനി അധികാരത്തിലേക്ക് വരും, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് തകർന്ന പോലെ ഇന്ത്യയിലും കേരളത്തിലും തകരും എന്നുള്ള സ്ഥലത്തു നിന്നാണ് കോൺഗ്രസിനെയും UDFനെയും ടീം UDF ആക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ഇതുവരെ അദ്ദേഹം അധികാരത്തിലെത്തിച്ചത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭരണത്തിൽ വരുമ്പോൾ അദ്ദേഹം ഏതൊക്കെ പ്രതിസന്ധികളെയാണ് അദ്ദേഹത്തിന് നേരിടാനുള്ളത്? മാഷയുടെ അഭിപ്രായം. അല്ല, എനിക്കിപ്പോൾ നമുക്കറിയാം ഈ വിജയത്തിൽ ഒരു പങ്കേ ഞാൻ എന്തിനു കൊടുക്കുന്നുള്ളൂ, UDF ടീമിനെ കൊടുക്കുന്നുള്ളൂ. ഒരു പങ്ക് പിണറായി വിജയനെ കൊടുക്കും. പിണറായി വിജയനാണ് എന്ത് ചെയ്യുന്നത്, വളരെ കൃത്യമായിട്ട് ഈ ടീം UDFനെ വിജയിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം നെഗറ്റീവ് വോട്ടിങ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് പോസിറ്റീവ് വോട്ടിങ് ആയി മാറ്റണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങേണ്ടത് ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പല പ്രതിസന്ധികളുമായിരിക്കും ഈ മന്ത്രിസഭയെ നേരിടാനായിട്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്രമാണ്.
കേന്ദ്രം ഇപ്പോൾ ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന സമയത്ത് 2014 മുതൽ 16 വരെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലം. 14 മുതൽ BJP അധികാരത്തിൽ വരുന്നുണ്ട്, മോദി അധികാരത്തിൽ വരുന്നുണ്ട്. പക്ഷേ ആ 2 വർഷങ്ങൾ ഒന്നും സംസ്ഥാനങ്ങളുടെ കൊങ്ങക്ക് പിടിക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ കൈകൾ നീണ്ടിരുന്നില്ല അങ്ങനെ കാര്യമായിട്ട്. അത് കഴിഞ്ഞ് പിന്നീടും കുറച്ചും കൂടി കഴിയുന്ന സമയത്താണ് അവർ പതുക്കെ പതുക്കെ സംസ്ഥാനങ്ങളുടെ കൊങ്ങക്ക് പിടിക്കാനായിട്ട് തുടങ്ങി. അതിപ്പോൾ ഈ 3ാം വരവ് മോദി നടത്തിയ സമയത്ത് വളരെ ശക്തമായിട്ട് അത് തുടരുന്നുണ്ട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. BJP വിരുദ്ധ സർക്കാരുകളെ ശ്വാസം മുട്ടിച്ച് കൊന്നാൽ മാത്രമാണ് എല്ലാ സ്ഥലത്തും BJPക്ക് അധികാരത്തിൽ വരാനായിട്ട് കഴിയുള്ളൂ. BJP ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഭരിക്കണം. ഡബിൾ എൻജിൻ എന്ന് പറയുന്നത് അവരുടെ മുദ്രാവാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പുതുതായിട്ട് അധികാരം ഏറ്റെടുത്തിരിക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പ്രതിരോധ സ്വഭാവമുള്ള അല്ലെങ്കിൽ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് വരാൻ പോകുന്നതായിട്ടുള്ള പ്രതിബന്ധങ്ങളാണ്. അത് പണം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഒരു ഫണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഒറ്റ പൈസ പോലും നൽകാത്തതാണ് കേന്ദ്ര ഗവൺമെൻറ്. അത് ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ശരിക്കും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും. പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി എന്ന നിലക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓഫറുകൾ സാക്ഷാത്കരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പെട്ടെന്നാണ് നമ്മൾ നെഗറ്റീവ് റീലിലൂടെ ഓടാൻ തുടങ്ങുന്നത്. നെഗറ്റീവ് ആവുന്ന അപ്പോഴാണ്. അത് ശ്രദ്ധിക്കാനായിട്ട് കഴിയുകയും അത് സാക്ഷാത്കരിക്കാൻ കഴിയുകയും ചെയ്താലാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ വിജയിക്കാൻ പറ്റും. ഓഫർ വെച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യൻ ഓഫർ വെച്ചിരിക്കുകയാണ്. ആ ഓഫർ സാക്ഷാത്കരിക്കാനായിട്ട് കഴിയണം. സാക്ഷാത്കരിക്കാൻ കഴിയുമ്പോൾ പലതരം പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കുന്ന തരത്തിലേക്ക് ഗവേണൻസിനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പേരെടുക്കാനായിട്ടുള്ള സഹായിക്കും. നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് വോട്ടിംഗ് ആക്കി മാറ്റാം. അതൊക്കെ ആ മന്ത്രിസഭ ഒരാളെ മാത്രം ആശ്രയിക്കുന്നതല്ല. കാരണം ഇറ്റ് ഈസ് എ ടീം വർക്ക്. മുഖ്യമന്ത്രി മാത്രം നന്നായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരു മന്ത്രിസഭ വിജയകരമായിട്ട് ഗവേണൻസ് നടത്തിയെന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് അതിനെ കോർത്തിണക്കി കൊണ്ടുപോവുകയും എല്ലാവരെ കൊണ്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മോണിറ്ററിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് എനിക്ക് തോന്നുന്നു. ഓഫർ സാക്ഷാത്കരിക്കാൻ എന്ന് പറയും. അതായത് VD സതീശൻ്റെ ഈ ജൈത്രയാത്രയിൽ, അതായത് 2021 മുതലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഏറ്റവും തടസ്സമായി വന്നു നിന്നത് 2026 ഇലക്ഷൻ ജയിച്ച് 102 സീറ്റ് കിട്ടിയ ശേഷം സ്വന്തം പാർട്ടിയിൽ നിന്നാണ്. അദ്ദേഹത്തിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ വരികയും വലിയ പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം, മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി എന്ന നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് അധികാര വടംവലി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ അവസാനിക്കില്ല. കാരണം ആത്യന്തികമായി ഇത് അധികാരത്തിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായി? ഇറ്റ് ഇസ് എ പ്രോബ്ലം ഓഫ് പവർ. അത് എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ മറികടക്കാനായിട്ട് കഴിയും. ഇപ്പോൾ CPM-നെ പോലെ ഒരു കേഡർ സ്വഭാവമുള്ള സംഭവം എന്നല്ല കോൺഗ്രസ് എന്ന് പറയാം. കോൺഗ്രസ്സിൽ പലരും പല സൈസ് അഭിപ്രായങ്ങളൊക്കെ പറയും. ഇപ്പം ഇന്ന് കെ മുരളീധരൻ എന്ന് പറയുന്നത് അനുകൂലമായിട്ട് പറഞ്ഞാൽ നാളെ കെ മുരളീധരന് എതിരായിട്ട് പറയും. നമ്മളിത് ഒരേ സമയത്ത് കേൾക്കേണ്ടതായിട്ട് വരും. ഒരാളല്ല, അതുമാതിരത്തെ എത്രയും ആളുകളാണ് അതിനകത്ത് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ മറികടന്ന് പോകണം എങ്കിൽ അവരുമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. കഴിയില്ലെങ്കിൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഒരു സ്വഭാവമായിട്ട് മാറാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ടിയിലിപ്പോൾ നമുക്കറിയാം, ഈ പാർട്ടിയിലുള്ള എല്ലാ MLA-മാരെയും കൂടി നിർത്തുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിയമസഭാ കക്ഷിയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അദ്ദേഹത്തിനൊപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ കാണിച്ചില്ലെങ്കിൽ അവിടെ കാണിക്കാതിരിക്കാം. കാരണം അങ്ങനെ പല ഇടങ്ങളിലും ഒക്കെ VD സതീശൻ അത്തരം സ്വഭാവങ്ങൾ കാണിച്ചിട്ടുള്ള ഒരാളാണ്.
ഈ കർക്കശമായിട്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചാൽ സംസാരിക്കില്ല. പക്ഷെ അത് ശരിയല്ല. മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തിയാൽ മതി, ശരിയാവും. കാരണം എതിരഭിപ്രായം കൊണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും പറയാറുണ്ട് CPM-ൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ജനങ്ങളെ കേൾക്കുക. ജനങ്ങളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന് പറയുന്നത് എല്ലാവരുമാണ്. നമ്മളെ മിത്രങ്ങളും ശത്രുക്കളും എല്ലാ ആളുകളും ജനങ്ങളാണ്. അവർ പറയുന്നത് കേൾക്കണം. കാരണം അതിനകത്ത് പല ശരികളുമുണ്ട്. ആ ശരികളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നീങ്ങിയാൽ ഇപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അങ്ങനെയുള്ളൊരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. ജനങ്ങളുടെ അല്ലേ? ജനങ്ങൾ VD സതീശന്റെ കൂടെ നിന്നു. ജനങ്ങളെ കേട്ടു. ഹൈക്കമാൻഡ് ഏറ്റവും നല്ല തീരുമാനം ഹൈക്കമാൻഡ് നമ്മൾ കൈ ലേറ്റ് ആയിട്ടാണെങ്കിലും സന്തോഷമുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ജനങ്ങളെ കേൾക്കാൻ തയ്യാറായി. പാർട്ടിയിലുള്ളവരെ കേട്ടു, പുറത്തുള്ളവരെ കേട്ടു, ഘടകകക്ഷികളെ കേട്ടു, എല്ലാവരെയും കേട്ടു. അതിനുശേഷം ഇതാണ് ശരിയെന്ന് അവർക്ക് തോന്നിയത് ചെയ്തു. ദാറ്റ് ഇസ് ഗുഡ്. അങ്ങനെ ആയിരിക്കണം സതീശനും പെരുമാറേണ്ടത്. എല്ലാവരും കേൾക്കണം. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എതിരഭിപ്രായങ്ങൾ വർദ്ധിക്കുകയും പ്രവർത്തനത്തിന് അതൊക്കെ തടസ്സമായി തീരുകയും ചെയ്യും. അന്തർസംഘർഷങ്ങൾ എന്ന് പറയുന്നത് വ്യാപകമായി തീരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കേൾക്കാതിരുന്നാൽ, കേട്ടാലൊരു പ്രശ്നം എവിടെയും കേൾക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് പരാജയം. പിണറായി വിജയനോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ കേൾക്കാൻ തയ്യാറില്ല. അങ്ങനെയാണ് അദ്ദേഹം പരാജയത്തിലേക്ക് പോകുന്നത്. കേൾക്കുക എന്നാണ് എല്ലാവരോടും നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഈ CPM-ൽ തന്നെ വലിയ കലാപമുണ്ടാക്കിയ കുഞ്ഞികൃഷ്ണൻ പറയുന്നതും പുസ്തകം അതാണ്. അതിൻ്റെ ഹെഡിങ് അതാണ്. അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജനങ്ങളെ കേൾക്കും. പണ്ട് മാവോ സേത്തിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു ഇതിഹാസമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ കേൾക്കണം എന്നുള്ളതാണ്. ഈ ജനങ്ങളെ കേൾക്കലേ ഏത് ഭരണാധികാരിയുടെ, അത് കോൺഗ്രസ് ആണോ BJP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ള പ്രശ്നമല്ല. ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് കൃത്യമായിട്ട് നിർവഹിച്ചാൽ ഓക്കെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങ് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് VD സതീശൻ. VD സതീശൻ്റെ എല്ലാ പ്രത്യേകതയും താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ പാളിച്ചകൾ അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിൽ അദ്ദേഹം പോകണം എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ പല സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് എന്നോട് പലരും സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് VD സതീശൻ പിണറായി വിജയനെ പോലെ ആവുന്നില്ലേ എന്ന് ചോദിക്കാറ്. ധാർഷ്ട്യത്തിൻ്റെ അതെ. പിണറായിക്ക് പഠിക്കുകയാണോ സതീശൻ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു അംശം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യുക. പിണറായി ഒരിക്കലും കേരളത്തിനെ ആ രീതിയിൽ നല്ല മാതൃകയല്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിണറായി എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു, അടക്കി നിർത്തുന്ന ക്യാപ്റ്റൻസി കാണിക്കുന്നതാണ്. അതൊരു മാതൃകയായിട്ട് എടുക്കുന്ന ആളുണ്ടാകും. ക്യാപ്റ്റൻസി വേണം. അത് പക്ഷേ അത് എക്സ്ട്രീം ആവരുത്. മാത്രമല്ല അത് ധാർഷ്ട്യം എന്ന് പറയുന്ന പ്രതിഭാസമായിട്ട് മാറിത്തീരാൻ പാടില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഉപദേശം. ഏത് ഭരണാധികാരിക്കും കൊടുക്കാവുന്ന ഒരു ഉപദേശം അതാണ്. ഇപ്പം നമ്മളുടെ വളരെ ഒരു അടുത്ത ആളാണ്, നമുക്ക് വളരെയധികം ബന്ധങ്ങളുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് വിമർശിക്കും. കാരണം നമ്മളുടെ ഒരു സ്വഭാവം അതാണ്. വിമർശനം കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് സ്വയം തിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവരെയും വിമർശിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണെങ്കിലും നമ്മളൊരിക്കലും എന്ത് ചെയ്യില്ല, ഒന്നും അദ്ദേഹത്തിനോട് പറയില്ല. നമുക്കതുകൊണ്ട് വിമർശിക്കാം. പിണറായി വിജയനെ നമ്മൾ നന്നായിട്ട് വിമർശിച്ചിരുന്നു. അതാരെയും നമ്മൾ വിമർശിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ജോലിയാണ്. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് സമൂഹത്തിൽ. ആ ജോലികൾ അവരവർ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് നല്ല കാര്യങ്ങളും പറയും, ചീത്ത കാര്യങ്ങളും പറയും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നല്ല കഴിവുകൾ, പിണറായി വിജയനും വളരെ നല്ല ഗുണങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, പിണറായിയെ പാർട്ടി കൃത്യമായിട്ട് നിയന്ത്രിച്ചിരുന്നെങ്കിൽ വളരെ നല്ല ഒരു ഭരണാധികാരി അദ്ദേഹം മാറുമായിരുന്നു. അതവർ ചെയ്തില്ല. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറും ചെയ്തു. അതെ, എല്ലാവരും നിയന്ത്രിക്കുന്ന അവർ ചെയ്തില്ല. അവർ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അത് വലിയ ദുരന്തമായിട്ട് മാറുമായിരുന്നു. കഴിവില്ലാത്തതിൻ്റെ പേരിലല്ല, കഴിവുകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് എപ്പോഴും പോകേണ്ടത്. എല്ലാവർക്കും നിയന്ത്രണ രേഖകളുണ്ട്. അത് ലംഘിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല.
അതോടൊപ്പം തന്നെ അങ്ങയുടെ അദ്ദേഹത്തിന് നെഗറ്റീവ് വശമാണ് അങ്ങ് പറഞ്ഞുള്ളത്. പോസിറ്റീവ് വശം എടുക്കുമ്പോൾ അത് എത്രമാത്രം ഈ ഭരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം? തീർച്ചയായും പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു സംവിധാനത്തെ മനസ്സിലാക്കുമ്പോൾ ആ സംവിധാനത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അതൊരു പരിധിവരെയൊക്കെ സതീശന് കഴിയേണ്ടതാണ്. എനിക്ക് തോന്നിയേക്കണം അങ്ങനെ പറ്റും എന്ന് തന്നെയാണ്. പിന്നെ അദ്ദേഹം സാധാരണ രീതിയിൽ അദ്ദേഹം സംസാരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ അദ്ദേഹമാണ് സംസാരിക്കുന്നത്, ഞാൻ കേൾക്കണേ. അങ്ങനെ മാത്രം പോരാ, മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനും കൂടി തയ്യാറാവണം. അപ്പോൾ എനിക്കൊന്ന് ഇതൊക്കെ ഭംഗിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എന്തായാലും മാഷും അതേപോലെ പറവൂർക്കാരും ഒരേപോലെ ആഗ്രഹിച്ചൊരു കാര്യമാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.